ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ സ്വന്തം വീട്ടിലാണ് ഞാനുള്ളത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കോവയ്ക്കൻ്റെ വള്ളിയാണ്. കോവയ്ക്കൻ്റെ വള്ളിയും മറ്റേ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയും കൂടെ ഒന്നിച്ചങ്ങ് പന്തൽ കയറിയേക്കുവാണ് കേട്ടോ. അപ്പോൾ തുടക്കം തന്നെ അവിടെ നിന്ന് ആവട്ടെ എന്ന് കരുതി ഇതൊരാൾക്കാണ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മുടെ ബ്ലാക്കിയാണ് ആളാട്ടോ. ഒരു 8-9 മാസം പ്രായമായിട്ടുണ്ട്. അപ്പം രാവിലത്തെ ചൂടെല്ലാം കൊണ്ട് പുഴയിൽ സ്വന്തം ഇറങ്ങിപ്പോയി നീന്തലെല്ലാം കഴിഞ്ഞൊന്ന് കിടക്കുവാണ് കേട്ടോ. അപ്പം ഇറങ്ങിപ്പോയ പുഴ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളെ വീട് തൊട്ടടുത്ത് തന്നെയാണ് പുഴയുള്ളത് കേട്ടോ. ഈ 2018 പ്രളയത്തിൻ്റെ സമയത്ത് നമ്മളവിടെയൊക്കെ വെള്ളം കയറി കുറേ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വെള്ളം കയറിയെങ്കിലും അത്രത്തോളം വെള്ളം കയറാറില്ല കേട്ടോ. എന്നാലും ഒരു പരിധി വരെയൊക്കെ വെള്ളം കയറാറുണ്ട്. പക്ഷേ 2018 സമയത്ത് ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു കേട്ടോ. നമ്മളവിടെയൊക്കെ കാല് വെക്കുന്ന സ്ഥലം നിറച്ചും ഉറവയൊക്കെ ആയിരുന്നു. പക്ഷേ അതിന് ശേഷം അത്രയും ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നാലും ചെറുതായിട്ട് മഴ കൂടുമ്പോഴേക്കും നമുക്ക് ഭയങ്കര പേടിയാണ്, വെള്ളം കയറുമോ എന്നൊക്കെ ഭയങ്കര ചങ്കെടുപ്പായിരിക്കും കേട്ടോ. അപ്പം ഈ മേലെ കാണുന്ന ഭാഗമില്ലേ, നമ്മുടെ കപ്പൽ മുതലാളിയില്ലേ, അവരുടെ സ്ഥലമാണ് കേട്ടോ. അവരുടെ സ്ഥലത്താണ് ഞങ്ങൾ ചെറിയൊരു വീടൊക്കെ ആക്കി താമസിക്കുന്നത്. അപ്പം ആശാൻ മരിച്ചു പോയത് കൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള രേഖകളൊന്നും കിട്ടിയിട്ടില്ല. കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇതാണ് എൻ്റെ സ്വന്തം വീട് കേട്ടോ. ഞാനങ്ങ് എടുത്തു പോകണമെന്നേ ഉള്ളൂ. ഇതാണ് ഞങ്ങൾ മാരേജ് കഴിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ യൂസ് ചെയ്ത മുറി കേട്ടോ. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പം അവിടെ കയറി കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു കട്ടിലിടാനുള്ള സൗകര്യം ആ റൂമിലുള്ളൂ. അപ്പം ഞങ്ങൾ റൂം മാറ്റി കേട്ടോ. ഇപ്പം ഞങ്ങൾ റൂം മാറ്റി. ഇത് ഹാളെന്ന് പറഞ്ഞാൽ വലിയ വീടൊന്നും അല്ല കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലത്തെ ചെറിയൊരു വീട്. ചെറിയ വീടാണെങ്കിൽ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നു എല്ലാവരും. ഇപ്പം പരാതികളൊന്നുമില്ല, അത്ര തന്നെ. കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ +2 പഠിക്കുമ്പം എടുത്ത എൻ്റെ ഫോട്ടോസാണ് കേട്ടോ. ഞങ്ങളെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഞങ്ങളൊരു സെറ്റ്. അപ്പോൾ അവരൊക്കെ ഫോട്ടോസാണ്. ഇത് എൻ്റെയും അനിയേട്ടൻ്റെയും വെഡ്ഡിങ് ഫോട്ടോ. അങ്ങനെ ഇത് ഏട്ടനും ഏട്ടത്തിയും കുഞ്ഞും. ഇത് പണ്ടത്തെ ഏട്ടനും ചേച്ചിയും. അങ്ങനെ ഇതൊരു റൂമെന്ന് പറഞ്ഞാൽ എല്ലാം വേർതിരിച്ച് സെപ്പറേറ്റ് റൂമല്ല കേട്ടോ. ഡോറൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം ഓപ്പണായിട്ട് തന്നെ കിടക്കാറ് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയാൽ യൂസ് ചെയ്യുന്ന റൂം കേട്ടോ. അഥവാ ഞങ്ങളില്ലാന്നുണ്ടെങ്കിൽ ചൂട് കൂടുമ്പം അച്ഛൻ വന്നുകൊണ്ട് കിടക്കാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനൽ രണ്ടും ഫ്രീ ആയിട്ട് തുറന്നു വിടുവാണെങ്കിൽ അത്രയും കാറ്റ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. ഇതാണ് ഞങ്ങൾ ഒരു കൊച്ചു കിച്ചൺ. കണ്ടില്ലേ, ഞാൻ പിന്നെ ഓരോന്നും കാണിക്കാൻ വേണ്ടിയില്ലാതെ തുറന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഫ്രിഡ്ജിനകത്ത് ഫ്രിഡ്ജ് പ്രത്യേകിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല. ഞാനങ്ങ് കാണിക്കുമ്പോൾ എന്തെങ്കിലും കാണിക്കണ്ടേ, അതുകൊണ്ട്. കണ്ടില്ലേ, ഇതാണ് വീടിൻ്റെ ബാക്ക് വശം. അത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എന്താ പറയുക, തിരക്കിട്ടങ്ങ് എടുക്കുന്ന പോലെയാണ് എടുത്ത് വോയിസ് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുമ്പോഴേക്കും വീഡിയോ തീർന്നു. ഇതാണ് വീടിൻ്റെ ബാക്ക് വശം. ഏട്ടത്തി മീൻ ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. കണ്ടില്ലേ പുഴ. ഈ അപ്പുറത്തെ സൈഡിലുള്ളവരെ ആ മരത്തിൻ്റെ ചോല ഇറക്കിയപ്പോൾ അതിനുള്ള കൊമ്പെല്ലാം പുഴയിൽ വന്ന് വീണ കേട്ടോ. അതാണ് ആ പുഴ അത്ര വൃത്തികേടായിട്ട് കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ നല്ല വൃത്തി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. വീഡിയോ എടുത്തതിന് ശേഷമാണ് വൃത്തിയാക്കി കേട്ടോ. അപ്പം പിന്നെ ഞാനങ്ങനെ മുന്നേ എടുത്തുവെന്നേ ഉള്ളൂ. ശ്വാസം മുട്ടുന്ന വോയിസ് കൊടുക്കുമ്പോഴേക്കും. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീടും പിന്നെ പരിസരം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കൂടുതലൊന്നും ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല, കാരണം ഞാൻ പെട്ടെന്ന് എടുത്ത് തീർത്തി കേട്ടോ. അങ്ങനെ എടുത്ത് കാണിക്കാൻ മാത്രം വലിയ വീടൊന്നുമല്ല, എന്നാലും പരിധിവരെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇത് കഴിഞ്ഞ് ഞാൻ വീഡിയോസെല്ലാം എടുത്ത് ക്ഷീണിതമായി പോകുമ്പോഴേക്കും കുറച്ച് കരിക്കെല്ലാം പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചെന്ന് പറയാനില്ല, 2 പറിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഇതിൽ 8-9 പറിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2 കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞാനങ്ങ് റെസ്റ്റ് എടുക്കട്ടെ ഗായ്സ്. കണ്ടില്ലേ, അത് ലേശം മൂത്ത് പോയി കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ. ഓക്കെ, ബൈ.